കേരളത്തിലെ ആരോഗ്യരംഗം സമ്പൂർണമായ തകർച്ചയിൽ നിൽക്കുമ്പോൾ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴാണ് നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയിരിക്കുന്നത്. അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നതിന് ഇവിടെ ആരും എതിരല്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യകാര്യത്തിന് എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ട് വേണമായിരുന്നു മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകാൻ. ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന കാര്യമല്ല. കെട്ടിടം വീണ് ആളുകൾ മരിക്കുന്നു, ചികിത്സയ്ക്ക് പോയ ആളുകൾ ചികിത്സാപ്പിഴവ് പോലെ മരിക്കുന്നു, മരുന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും കിട്ടാത്തത് കൊണ്ട് രോഗികൾ മരിക്കുന്നു. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും പ്രതിസന്ധിയാണ്. ആവശ്യത്തിന് ഡോക്ടർമാരില്ല, മരുന്നില്ല, നഴ്സുമാരില്ല, ആരോഗ്യ പ്രവർത്തകരില്ല. ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ കേരളത്തിലെ ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോൾ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ മുഖ്യമന്ത്രി പെട്ടെന്നൊരു ദിവസം ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ് എന്ന് പറയുകയാണ്. ഇതൊരു വെല്ലുവിളിയാണ് പാവപ്പെട്ടവരോടുള്ള. ഈ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് കേരളത്തിൽ പാവപ്പെട്ടവർ മാത്രമല്ല പണക്കാരും സർക്കാർ ആശുപത്രിയെയാണ് ആശ്രയിക്കുന്നതെന്ന്. എന്നാൽ പിന്നെ മുഖ്യമന്ത്രിക്കോ കുടുംബാംഗങ്ങൾക്കോ സർക്കാർ ആശുപത്രിയെ ആശ്രയിച്ച പോരെ? അപ്പോൾ പാവപ്പെട്ട ജനങ്ങളോട് ഒരു ഉപദേശം നൽകുകയും സ്വന്തം കാര്യം വരുമ്പോൾ തെമ്മാടികളുടെ രാജ്യത്തേക്ക് പോവുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്, വലിയ ആശയപാപ്പരത്വമാണ്. ചൂണ്ടിക്കാണിക്കാതെ നിർവാഹമില്ല. അല്ല, അതെപ്പോഴും ഉള്ളതല്ലേ. എന്തിനാ ഈ ദുബായി പോണത്? അമേരിക്ക ദുബായ് വഴി ആൾക്കാർ പോണം അല്ലേ? എന്താ ഇത്ര ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എന്താ അവിടെ ചെയ്യുന്നത്? ഈ ദുബായിൽ എന്താ ഏർപ്പാട് അറിയണ്ടേ ജനങ്ങൾക്ക്? നമ്മളെ മുഖ്യമന്ത്രിയല്ലേ. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ അല്ലെങ്കിൽ CPM നേതാവോ പോകുന്ന പോലെ അല്ലല്ലോ. ഈ 4-5 ദിവസം എന്താ പരിപാടി? പോകുമ്പോഴും വരുമ്പോഴും അവിടെ എന്താ? അപ്പം ഇതൊക്കെ നാട്ടുകാരെ അറിയണം. ജനങ്ങൾ അവരുടെ നികുതി പണം ഉപയോഗിച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് ജനങ്ങൾക്ക് അതറിയാനുള്ള ആഗ്രഹമുണ്ട്. എനിക്ക് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ കരിക്കുലം കമ്മിറ്റി ഇന്നലെ കൂടുകയുണ്ടായി. രാഷ്ട്രീയമായിട്ടുള്ള പല കാര്യങ്ങളും അത് പഠിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിനെ ദുരുപയോഗം ചെയ്യുകയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷം ഉന്നയിച്ച പല കാര്യങ്ങളും കരിക്കുലത്തിൽ പെടുത്തിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുമെന്നാണ് പറയുന്നത്. കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ട പല കാര്യങ്ങളും പ്രത്യേകിച്ച് ദേശീയ വിദ്യാഭ്യാസ നയം വന്നപ്പോൾ കേന്ദ്രം പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നില്ല. പകരം രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ സിലബസ് അത് പഠിപ്പിക്കാനുള്ള നീക്കം ദുരൂഹമാണ്. അത് വെച്ചു പൊറുപ്പിക്കാവുന്ന ഒരു കാര്യമല്ല. വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായിട്ടും ചുവപ്പുവൽക്കരിക്കാനുള്ള നീക്കമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പം നടത്തുന്നത്. മറ്റു പല കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സൂംബ അത് പറയേണ്ടത് ശരിക്കും സൂംബയുടെ കാര്യത്തിൽ അവസാനം എന്താവും എന്നറിഞ്ഞിട്ടാണ്. സൂംബയുടെ കാര്യത്തിൽ ഇപ്പോൾ തുമ്പായുമായി ഇറങ്ങിയവർ ഇനി ഏതൊക്കെ ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടുമടക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാൻ പോവുകയാണ്. ഇപ്പം തന്നെ പറയാൻ തുടങ്ങി ചർച്ച നടത്താം. ഇതെന്താ വലിയ സമരമാണോ ഇവിടെ നടക്കുന്നത്? ആരോടെ ചർച്ച നടത്തുന്നത്? തലേക്കെട്ടുകാർ വന്ന് പറയുമ്പോഴേക്ക് ചർച്ച നടത്താമെന്ന് പറയാൻ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ ആ വിഷയത്തിൽ ഞങ്ങൾ അഭിപ്രായമുണ്ട്. പക്ഷേ സൂംബയുടെ കാര്യത്തിൽ സർക്കാർ എവിടെ വരെ പോകുന്നുള്ളത് അറിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. ഈ ഗവർണറുടെ അധികാരം എന്താണെന്ന് പഠിപ്പിക്കുന്നതെന്നുള്ളതാണോ പ്രശ്നം? അല്ല, ഗവർണറുടെ അധികാരം ഇവിടെ എല്ലാവർക്കും അറിയാം. അത് പഠിപ്പിക്കുന്നതിലല്ല കുഴപ്പം. അത് പഠിപ്പിച്ചോട്ടെ. ഗവർണറുടെ അധികാരം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് UGCയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പഠിപ്പിക്കണം. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എന്തൊക്കെയാണ് മുമ്പോട്ട് വച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് എന്താണ്, അത് പഠിപ്പിക്കണം. അല്ലാതെ ഗവർണറുടെ അധികാരം പഠിപ്പിക്കാൻ ഇവിടെ വേറെ വകുപ്പ് ഭരണഘടന ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതൊക്കെ നിയമ വിദ്യാർത്ഥികളോ അല്ലാത്തവരൊക്കെ പഠിച്ചോട്ടെ, കുഴപ്പമില്ല. എൻ്റെ ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാനുണ്ട്. UGCയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? കൺകറന്റ് ലിസ്റ്റിലാണെങ്കിലും ഏതെല്ലാം കാര്യത്തിൽ സംസ്ഥാനത്തിന് അധികാരമുണ്ട്, ഏതെല്ലാം കാര്യത്തിൽ കേന്ദ്രത്തിന് അധികാരമുണ്ട്, അതൊക്കെ ഒന്ന് പഠിപ്പിക്കണം. അല്ലാതെ ഗവർണറുടെ മാത്രം പിന്നാലെ നടക്കുന്നതിന് പകരം ഇപ്പോൾ കുറച്ചു കാലമായിട്ട് കാണുന്നതാണ് രാജ്ഭവൻ്റെ പിന്നാലെ നടക്കുന്ന പണിയാണ്. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടത്താനുണ്ട്? രാജ്ഭവനിലേക്ക് മാർച്ചോട് മാർച്ച്. എന്താ ഇവിടെ രാജ്ഭവനിൽ എന്തെങ്കിലും സംഭവമുണ്ടോ? അപ്പോൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നവർ ഭരിക്കാൻ കിട്ടിയ അവസരം ഭരണം നടത്താനാണ് അവർ ശ്രമിക്കുന്നത്.
ഒറ്റ കാര്യം ഈ ദുബായിലെ പോക്ക് പ്രത്യേക അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങളല്ലേ നിങ്ങൾ ഈ കവാത്ത് മറക്കുകയാണ് ചില ആളെ കാണുമ്പോൾ. നിങ്ങൾ എവിടെ പോകണം, നിങ്ങളെന്താ അന്വേഷിക്കാത്തത്? നിങ്ങൾ ഈ ചാനലുകാരെല്ലാം പത്രക്കാരെല്ലാം വലിയ മിടുക്കന്മാരാണല്ലോ. എന്തിനാണ് ഈ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ദുബായിൽ സെൻട്രൽ ഏജൻസി അല്ലല്ലോ ദുബായിൽ അന്വേഷിക്കേണ്ടത്. നിങ്ങൾക്ക് അവിടെ ബ്യൂറോ ഇല്ലേ? എല്ലാം ഒന്ന് അന്വേഷിക്കും. എവിടെയൊക്കെ ആരൊക്കെ കാണാൻ വരുന്നത്, എന്താ പരിപാടി, നിങ്ങൾ അന്വേഷിച്ചിട്ട് പറ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം.